ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് മൂവാറ്റുപുഴക്കാർക്ക് സുപരിചിതമായ ഇഡ്ഡലി ഷോപ്പ് എന്ന സ്ഥാപനത്തിലാണ്. തൃശ്ശൂരിൽ നിന്നും മടങ്ങി വരുന്നതിനിടെ ഞങ്ങൾ 4 സുഹൃത്തുക്കൾക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് എല്ലാവരുടെയും അഭിപ്രായപ്രകാരം ഇവിടെ കയറുന്നത്. കടയിൽ കയറി നമ്മൾ കൈയൊക്കെ കഴുകി വന്ന ശേഷം ഞങ്ങൾക്ക് 4 പേർക്കും ഇല ഇട്ടു. ഇലയിലാണ് കേട്ടോ ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. ഇവിടുത്തെ മെയിൻ ഐറ്റം ഇഡ്ഡലിയാണ്. അതുകൊണ്ട് ഇഡ്ഡലി തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിക്കൊപ്പം ദോശ, മറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. ഇതാ അതിൻ്റെ വിലയൊക്കെ കാണാം. ഇഡ്ഡലി പോലുള്ള സാധനങ്ങൾക്കെല്ലാം 14 രൂപ തൊട്ട് മുകളിലേക്കാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. സ്പെഷ്യൽ ഐറ്റത്തിൻ്റെയൊക്കെ വിലയുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും എന്നാൽ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം തന്നെ മതി എന്ന് വിചാരിച്ചു. ഓരോ വടയും കൂടെ വാങ്ങിച്ചു. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് 4 പേർക്കും ഓരോ വട. ഇതാ ഈ 2 ഇഡ്ഡലി വെച്ചിട്ട് ഞങ്ങൾ 4 പേരും മേടിച്ചു. സ്പെഷ്യലായിട്ട് ചമ്മന്തിയും സാമ്പാറും ഉണ്ട്. ഒപ്പം ഇതായിരിക്കുന്ന തക്കാളി ചട്നിയും പുതിന ചട്നിയും, അതുപോലെ തന്നെ ഇച്ചിരി കട്ടി കൂടിയ തേങ്ങാ ചമ്മന്തി തന്നെ കുറച്ചുകൂടെ കട്ടി കൂടിയതാണെന്നേ ഉള്ളൂ. എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചമ്മന്തിയും സാമ്പാറും ഒക്കെ എടുത്ത് അതൊക്കെ കഴിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ. എന്താ ഇഡ്ഡലി നല്ല സ്മൂത്താണ്, നല്ല നൈസാണ്. സ്മൂത്ത് എന്നല്ല അതിന് പറയണ്ടേ. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ ഞെങ്ങി പോകുന്നുണ്ട്. കണ്ടോ, നല്ല അതുപോലത്തെ ഇഡ്ഡലി. അത്യാവശ്യം ചെറിയ പുളിയൊക്കെ ഉള്ളൊരു ഇഡ്ഡലിയാണ് കേട്ടോ. ചമ്മന്തി സാമ്പാറൊക്കെ വെച്ച് ഞാൻ കഴിച്ചു നോക്കുകയാണ്. എനിക്ക് ആദ്യത്തെ വായിലേക്ക് വച്ചപ്പോൾ തന്നെ അതിൻ്റെ നിലവാരം എന്തോരം ഉണ്ട് എന്ന് മനസ്സിലായി. ഞങ്ങൾ ഓരോരുത്തരും അവർക്കിഷ്ടപ്പെട്ട കറിയൊക്കെ എടുത്ത് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. കാര്യം നമ്മൾ കാണുമ്പോൾ 2 ഇഡ്ഡലി ഒന്ന് തോന്നുമെങ്കിലും അത് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും. ചമ്മന്തിയും സാമ്പാറും ആ കട്ടിയുള്ള ചമ്മന്തിയൊക്കെ ഇച്ചിരി തൊട്ട് കൂട്ടി ഒരു കഷ്ണം വടയും ഒക്കെ എടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തും പുതിന ചട്നിയും തക്കാളി ചട്നിയൊക്കെ ചേർത്ത് എല്ലാം കൂടി ചേർത്തൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഓരോന്നോരോന്നായിട്ടൊക്കെ കഴിക്കാം. ഞാൻ ശരിക്കും കഴിക്കുമ്പോൾ തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു സൗണ്ട്. പക്ഷേ അതിവിടെ ചേർക്കാൻ പറ്റിയില്ല. കാരണം അവിടുത്തെ തിരക്ക് നല്ല ഒച്ചപ്പാടാണ്. പാത്രം എടുക്കുന്നതിന് സൗണ്ടും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഈ വേറെ സൗണ്ട് ഇതിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യുന്നതാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പം ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് ഒപ്പം ഉള്ളവരും അങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. ഇഡ്ഡലിയും ചമ്മന്തിയും എല്ലാം തീർത്തു. എല്ലാം വടിച്ചു വയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തീർത്തിട്ടുണ്ട്. അവരുടെ കിച്ചണാണ് കേട്ടോ ഈ കാണുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഐറ്റംസ് എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പരിപ്പോട, ദോശ നമ്മൾ കഴിച്ചത് കൂടാതെ സ്പെഷ്യലായിട്ട് നമ്മൾ പറയുന്ന ഏതാണോ അത് വേണം. അല്ല, കിച്ചണിലൊക്കെ നല്ല ആളുകളുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ 4 പേര് കഴിച്ചത് 168 രൂപയാണായത്. ഭക്ഷണം കഴിച്ച ശേഷം ഹോട്ടലിൻ്റെ പരിസരമൊക്കെ ചുറ്റി കിടന്ന് കണ്ടു. അവിടുത്തെ തിരക്കൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. അവിടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. ഭക്ഷണം കഴിച്ച് മനസ്സും വയറും നിറച്ച ശേഷം ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി വാഹനത്തിൽ കയറി തൊടുപുഴയിലേക്ക് മടങ്ങാൻ തുടങ്ങുകയാണ്. ഇവിടെ വാഹന പാർക്കിങ്ങിന് അധികം സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നത് ശ്രദ്ധിക്കുക. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം ജംഗ്ഷനിലാണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത്. മൂവാറ്റുപുഴ ടൗണിനടുത്ത് തന്നെയാണ്.